ദിവസമായി നാം വാഴ്ത്തപ്പെടണം. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവദിന ചിന്തയ്ക്കായി ഒരു ദൈവദിന ഭാഗം വായിക്കും. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 19-20 വാക്യങ്ങൾ. രാജാവ് അധികാലത്ത് എഴുന്നേറ്റ് ബന്ധപ്പെട്ട് സിംഹഗുഹയുടെ അരികെ ചെന്നു. ഗുഹയുടെ അരികെ എത്തിയപ്പോൾ അവൻ ദുഃഖശബ്ദത്തോടെ ദാനിയേലെ വിളിച്ചു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു. ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവിടെ ചിന്തിക്കുന്ന ദൈവത്തിനും എന്ന് പറയുന്നത് ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേൽ. പ്രൈസ്. ഒരു കൂടി നിങ്ങൾ ആ പദം ശ്രദ്ധിച്ചു വായിക്കുക. ജീവനുള്ള ദൈവം. പ്രൈസ്. ആ ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേൽ. പ്രൈസ്. നമുക്ക് മേദ്യരുടെയും പാർശ്വകളുടെയും നീക്കം വരാത്ത നിയമപ്രകാരം അല്ലേലിയ വിരോധകൽപ്പന ഉറപ്പിച്ച് രേഖ എഴുതി ദാനിയേലിനെ സിംഹകുഴിയിലിട്ട് കളയാൻ വേണ്ടി അല്ലേലിയ അധ്യക്ഷന്മാരും പ്രധാനികളും ദേശാധിപതികളും എല്ലാം കൂടെ തീരുമാനിച്ചു. അങ്ങനെ നീക്കം വരാത്ത രേഖ എഴുതി. എന്നിട്ട് ദാനിയേലിനെ അവർ സിംഹഗുഹയിൽ കൊണ്ടുപോയിട്ടു. പ്രൈസ്. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 16 തൊട്ട് വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ കാണുന്നത്, അങ്ങനെ രാജാവിന്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ കൊണ്ടുവന്ന് സിംഹങ്ങളുടെ ഗുഹയിലിട്ട് കളഞ്ഞു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു. നീ ഇടവിടാതെ സേവിച്ചു വരുന്നതിന്റെ ദൈവം നിന്നെ രക്ഷിക്കും എന്ന് കൽപ്പിച്ചു. അവർ ഒരു കല്ല് കൊണ്ടുവന്ന് ഗുഹയുടെ വാതിക്കൽ വെച്ചു. ദാനിയേലിനെ കുറിച്ചുള്ള നിർണയത്തിന് മാറ്റം വരാതെ ഇരിക്കേണ്ടതിന് രാജാവ് തന്റെ മോതിരം കൊണ്ടും മഹത്തുക്കളുടെ മോതിരം കൊണ്ടും അതിന് മുദ്രയിട്ടു. പിന്നെ രാജാവ് രാജസന്നിധിയിൽ ചെന്ന് ഉപവസിച്ച് രാത്രി കഴിച്ചു. അവന്റെ സന്നിധിയിൽ വെപ്പാട്ടികളെ കൊണ്ടുവന്നില്ല. ഉറക്കം അവനെ വിട്ടുപോയി എന്നാണ് ദാരിയവിസ് രാജാവിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. ഈ സമയം ദാനിയേൽ സിംഹഗുഹയിലാണ്. പ്രൈസ്. പതികാലത്ത് രാജാവ് എഴുന്നേറ്റ് ബന്ധപ്പെട്ട് സിംഹഗുഹയുടെ അരികെ ചെന്ന് ഗുഹയുടെ അരികെ എത്തിയപ്പോൾ അവൻ രാജാവ് ദുഃഖശബ്ദത്തോടെ ദാനിയേലെ വിളിച്ചു. രാജാവ് ദാനിയേലോട് സംസാരിച്ചു. ആ സംസാരമാണ് നമ്മൾ കേട്ടത്. ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, നീ ഇടപെടാതെ സേവിച്ചു വരുന്നതിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ. പ്രൈസ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദാനിയേലിന്റെ ദൈവം ജീവിക്കുന്നുവെന്ന് ദാരിയാവേസ് രാജാവിന് ഒരു ബോധ്യമായി. എന്നിട്ടും ഇന്ന് ലോകത്തിലുള്ള പല പ്രധാനികൾക്കും പ്രമാണികൾക്കും മനസ്സിലായിട്ടില്ല. പ്രൈസ്. ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ബാബിലോണിനെ മാറി മാറി ഭരിച്ച നെബൂഖദ്നേസർ രാജാവ്, അല്ലെങ്കിൽ അവന്റെ മകൻ ബെൽഷസ്സർ രാജാവ്, അതുപോലെ തന്നെ സ്തോത്രം ദാരിയാവേസ് രാജാവ്, കോരേശ് രാജാവ്, ഇങ്ങനെ പലരും ആ കാലഘട്ടത്തിൽ മാറി മാറി ബാബിലോണിൽ രാജകീയ പദവിയിൽ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ രാജകീയ പദവിയിൽ ഇരുന്ന ദാരിയസ് രാജാവിന് ദാനിയേലിന്റെ ദൈവം ജീവനുള്ള ദൈവമാണെന്ന് മനസ്സിലായതുപോലെ ഈ കാലഘട്ടത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നീ ആരാധിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണെന്ന് നിനക്കൊരു ബോധ്യം ഉണ്ടാകണം. പ്രൈസ്. രാജാവ് അങ്ങനെ പറയാൻ കാരണം, നീ ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലിനെ വിളിക്കണമെങ്കിൽ ജീവനില്ലാത്തതും രാജാവ് വിളിച്ചിട്ട് വിളി കേൾക്കാത്തതുമായ സാഹചര്യങ്ങൾ കാണും തന്റെ അമേലുരിയ. അതുകൊണ്ടാണ് ദാനിയേലിന്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണെന്ന് പറയുന്നത്. അത് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. നാം ആരാധിക്കുന്ന, നാം സ്തുതിക്കുന്ന, നാം മഹത്വപ്പെടുന്ന, നാം പ്രസംഗിക്കുന്ന ദൈവം അഥവാ കർത്താവായ യേശുക്രിസ്തു ജീവനുള്ള ദൈവമാണ്. അപ്പൊ ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലിനെ എന്ന് വിളിച്ചതുപോലെ നിങ്ങൾ ഓരോരുത്തരും ജീവനുള്ള ദൈവത്തിന്റെ മക്കളാണ്. പ്രൈസ്. അപ്പൊ ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലിനെ സിംഹഗുഹയിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവം ശക്തനായതുപോലെ, പ്രാപ്തനായതുപോലെ, നിങ്ങൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമായിരുന്നാലും, പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നാലും, മുള്ളും പറക്കാനയും കൊണ്ട് നിറയപ്പെട്ടതായിരുന്നാലും, അതിന്റെ നടുവിൽ നിന്നെ വിടിവിച്ചെടുക്കുവാൻ ദൈവം വിശ്വസനാണ്. കാരണം അവൻ ജീവനുള്ള ദൈവമാണ്.
എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ അനുഭവിക്കുന്ന പ്രതിസന്ധികളുടെ നടുവിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ജീവനുള്ള ദൈവം നിനക്കുണ്ട് എന്ന് നീ എപ്പോൾ തിരിച്ചറിയുന്നോ, വിശ്വസിക്കുന്നോ, ആ സമയം നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. അതുകൊണ്ട് ജീവനുള്ള ദൈവത്തെ നിങ്ങൾ വിളിച്ച് അപേക്ഷിക്കണം. ലൂക്കോസ് സുവിശേഷം 18-1 വാക്യം വായിക്കുമ്പോൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്നാണ് ദൈവകൽപ്പന. അത് ദാനിയേൽ സിംഹത്തിന്റെ ഗുഹയിലായിരുന്നെങ്കിലും, ഹല്ലേലൂയ, അവിടെ സമാധാനത്തോടെ ദാനിയേൽ ഉറങ്ങിയെങ്കിലും, ഹല്ലേലൂയ, ദാനിയേലിനെ രക്ഷിപ്പാൻ ദൈവം വിശ്വസ്തനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വേദപുസ്തകത്തിൽ സിംഹം എന്ന വാക്ക് 5 കൂട്ടരെ കുറിക്കുക. സിംഹം എന്ന വാക്ക് 5 വിധത്തിൽ 5 വിധ കൂട്ടരെ കുറിക്കുന്നു. ഒന്നാമതായി, സിംഹം എന്നത് ദൈവത്തിന് കൊടുക്കപ്പെട്ട ശക്തിയുള്ള നാമധേയമാണ്. സിംഹം എന്നുള്ളത്, ഹല്ലേലൂയ, ആ സിംഹം എന്നുള്ളത് ദൈവത്തിന് കൊടുക്കപ്പെട്ട ശക്തമായൊരു നാമധേയമാകുമ്പോൾ യഹൂദാ ഗോത്രത്തിലെ സിംഹം എന്നാണ്, ഹല്ലേലൂയ, നമ്മുടെ കർത്താവിനെ കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. ഹല്ലേലൂയ. അത് ദൈവത്തിന് കൊടുക്കപ്പെട്ട ശക്തിയുള്ള നാമമാണ്. യഹൂദാ ഗോത്രത്തിലെ സിംഹം എന്നവനെ വിളിക്കപ്പെടുന്നുവെന്ന് വെളിപ്പാട് പുസ്തകം 5-ാം 5-ാം വാക്യം കഴിഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ചിന്തിച്ചു. അപ്പോൾ നമ്മുടെ ദൈവമാരാണ്? യഹൂദാ ഗോത്രത്തിലെ സിംഹമാണ്. അവൻ ജീവനുള്ള ദൈവമാണ്. ഏത് പ്രതിസന്ധികളുടെ നടുവിൽ നമ്മെ വിടിവിക്കാൻ ശക്തനായ ദൈവമാണ്. ആമീൻ, സ്തോത്രമല്ലി. ചെങ്കടൽ നിറഞ്ഞു നിന്നാലും, ആമീൻ, യോർദാൻ കരകവിഞ്ഞൊഴുകിയാലും, എരിഹോ മതിൽ എത്ര പടുത്തുയർന്നാലും, ശത്രു സൈന്യം നിനക്കെതിരെ എത്ര ശക്തമായിരുന്നാലും, ഒരു സൈന്യത്തിന്റെ നേരെ പാളയം ഇറങ്ങിയാലും, ഹല്ലേലൂയ, ജീവനുള്ള ദൈവത്തിന്റെ മക്കളെ വിടിവിക്കുവാൻ ദൈവം ശക്തനാ. രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്താണ്? അവൻ ജീവനുള്ള ദൈവം. അതുകൊണ്ട് ഈ സിംഹം എന്നുള്ള ദൈവത്തിന്റെ നാമത്തെ കുറിക്കുന്നു. രണ്ടാമതായി, ദൈവത്തിന്റെ സൈന്യങ്ങളിലുള്ള ബലമുള്ള ദൈവദൂതന്മാരും സിംഹങ്ങളെ പോലെ ഇരിക്കുന്നുവെന്ന് ആമീൻ ദൈവത്തിന്റെ വചനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ദൈവസന്നിധി നിൽക്കുന്ന ശക്തിയുള്ള ദൂതന്മാരെ സിംഹങ്ങളെ പോലെ ഇരിക്കുന്നു. ആകാശത്തിൽ നിന്നും, ഹല്ലേലൂയ, ഇറങ്ങി വന്ന ബലമുള്ള ദൈവദൂതൻ, ഹല്ലേലൂയ, അലറും പോലെ അത്യുച്ചത്തിൽ ആർത്തപ്പോൾ 7 ഇടി നാദം മുഴങ്ങിയെന്നാണ് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത്. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. ഹല്ലേലൂയ. സിംഹം അലറും പോലെ അത്യുച്ചത്തിൽ ആർത്തപ്പോൾ 7 ഇടിയും 7 നാദം മുഴങ്ങി. 7 ഇടിയും നാദം മുഴങ്ങിയപ്പോൾ ഞാൻ എഴുതുവാൻ ഭാവിച്ചു, എന്നാൽ 7 ഇടി മുഴക്കിയത് എഴുതാതെ മുദ്രയിട്ടേക്ക എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു. അപ്പം ദൂതന്മാരെ, അല്ലെങ്കിൽ സിംഹത്തിനോട് സമാനമായി സംസാരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ 7-ാമത്തെ കാഹളത്തിന് മുമ്പുള്ള ഇടവേളയിൽ യോഹന്നാന് മറ്റു ചില ദർശനങ്ങൾ ലഭിക്കുകയാണ്. ഹല്ലേലൂയ. സമുദ്രത്തിന്മേലും ഭൂമിമേലും, ഹല്ലേലൂയ, സമുദ്രത്തിന്മേലും ഭൂമിമേലും, ഹല്ലേലൂയ, ഉള്ളതായി നിൽക്കുന്ന ഒരു ദൂതനെ അവൻ കാണുക. ഈ ശക്തനായ ദൂതൻ യേശുക്രിസ്തുവാണെന്ന് ചിലർ കരുതുന്നു. ഹല്ലേലൂയ. എന്നാൽ പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിനെ ദൂതൻ എന്ന് വിളിച്ചിട്ടില്ലാത്തത് കൊണ്ട്, ഹല്ലേലൂയ, 8-ാം വാക്യത്തിൽ സ്വർഗത്തിൽ നിന്നുള്ള ശബ്ദം ദൂതന്റെ കയ്യിൽ നിന്നും പുസ്തകം വാങ്ങുവാൻ പറയുന്നു. അതിനാൽ ആ ശബ്ദം യേശുക്രിസ്തുവിന്റേതും പുസ്തകം പിടിച്ചിരുന്നത് പ്രധാന ദൂതനുമായിരുന്നു. അപ്പൊ ശബ്ദം ദൈവത്തിന്റേതും പുസ്തകം പിടിച്ചത് ദൂതന്റേതും, ഹല്ലേലൂയ, ദൂതനുമാണ്. അപ്പൊ ഈ ദൂതന്മാരിൽ ശക്തിയുള്ള സിംഹത്തോട് ചേർത്ത് വെളിപ്പാട് പുസ്തകത്തിലും പറയുന്നു. അപ്പൊ അതുകൊണ്ടാണ് ദാനിയേൽ സിംഹത്തിന്റെ ഗുഹയിൽ കിടന്നപ്പോഴും ദൈവം തന്റെ ദൂതനെ അയച്ച്, അല്ലെങ്കിൽ സിംഹത്തിന്റെ വായടച്ചു കളഞ്ഞു കരുത്. കാരണം ദൂതനും, അല്ലെങ്കിൽ ശക്തിയും ബലവും ഉള്ളവനാണ്. ഹല്ലേലൂയ. വീണ്ടും നാം ദൈവത്തിന്റെ വചനം വായിക്കും കാണുന്നു. 3-ാമതായി, ദൈവജനങ്ങളെ കർത്താവ് സിംഹങ്ങളോട് സാദൃശ്യപ്പെടുത്തി പറഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവജനങ്ങളെ നമ്മുടെ കർത്താവ് സിംഹങ്ങളോട് സാദൃശ്യപ്പെടുത്തി പറഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതും വിശുദ്ധ തിരുവെഴുത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഹല്ലേലൂയ, സ്തോത്രം. നാം ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം, ഹല്ലേലൂയ, സ്തോത്രം, വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ, യഹൂദ ഒരു ബാലസിംഹം, മകനെ നീ ഇരപിടിച്ച് കയറിയിരിക്കുന്നു, അവൻ കുനിഞ്ഞു സിംഹം പോലെയും സിംഹിയെ പോലെയും പതുങ്ങിക്കിടക്കുന്നു, ആര് അവനെ എഴുന്നേൽപ്പിക്കുമെന്ന് കാണുന്നുണ്ട്. ഹല്ലേലൂയ,
സ്തോത്രം. അപ്പൊ ഇവിടെ നമ്മൾ വായിക്കുന്നത് എന്താണ്? ദൈവജനത്തെ സിംഹത്തോട് ചേർത്ത് വേദപുസ്തകം പഠിപ്പിക്കുക. എന്നിട്ടാണ് അവകാശമുള്ളവൻ വരുവോളം യഹൂദയിൽ നിന്ന് അവകാശമുള്ള വരുവൻ ചെങ്കോൽ യഹൂദയിൽ നിന്ന് രാജദണ്ഡ് അവന്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകുകയില്ല. ജാതികളുടെ അനുസരണം അവനോടാകുമെന്നാണ്. ലേലിയ. ഇവിടെ നമുക്ക് അവകാശമുള്ള വരുവോളം എന്ന് യഹൂദയ്ക്ക് നൽകുന്ന അനുഗ്രഹങ്ങളാണ് രാജകീയ പദവി. അവകാശമുള്ളതിന് എബ്രായ ഭാഷയിൽ ശീലോ എന്നാണ് കാണുന്നത്. മശീഹയെ ചൂണ്ടിക്കാണിക്കുന്നതാണ് ഈ പദം. അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ ഉദ്ദേശിച്ചാണ് അവകാശമുള്ളവൻ വരും എന്ന് പറയുന്നത്. അപ്പൊ യഹൂദ ഗോത്രത്തിലെ സിംഹമായി എന്ന് പറയുമ്പോൾ യഹൂദയെ കുറിച്ച് ആമീൻ പറയുമ്പോഴും അവൻ സിംഹത്തെ പോലെ ബലമുള്ളവൻ. പുതിയ നിയമത്തിൽ പറയുമ്പോൾ എന്താണ്? ദൈവമക്കൾ സിംഹ ബലമുള്ളവരാണ്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ ദൈവസിനെ പ്രാർത്ഥനയിലും ആരാധനയിലും ദൈവസിനെ വചനധ്യാനത്തിനും ധ്യാനത്തോടും വിശുദ്ധിയിലും വേർപാടിൽ നിന്ന് ജീവിക്കുമ്പോൾ സിംഹത്തിന് തക്ക ബലത്തന്ന് ദൈവം നിന്നെ ദേശത്ത് നിർത്തുക തന്നെ ചെയ്യും. അല്ലേരിയ. അവൻ നീ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അല്ലേരിയ സിംഹബലത്തോടു കൂടി നിൽക്കുമ്പോൾ നിനക്കെതിരെ എഴുന്നേൽക്കുന്ന സകല ശത്രുക്കളും സിംഹം ഗർജിക്കുമ്പോൾ അത് ചിതറി ഓടുന്നത് പോലെ നിന്റെ മുമ്പിൽ ചിതറി ഓടും. അതുകൊണ്ടാണ് ഇവിടെ ദൈവജനങ്ങളെ കർത്താവ് സിംഹങ്ങളോട് സാദൃശ്യപ്പെടുത്തി പറഞ്ഞത് യഹൂദ ബാലസിംഹം എന്ന് പറയാൻ കാരണം. അല്ലേരിയ. അപ്പൊ നമുക്കറിയാം, അല്ലെ, നമ്മൾ ആവർത്തന പുസ്തകം 28-7 വാക്യം വായിക്കുന്നത് അവർ ഒരു വഴിയായി വന്ന് 7 വഴിയായി ഓടിപ്പോകുന്നാണ് എഴുതിയിരിക്കുന്നത്. അത് നിന്റെ പ്രാർത്ഥനയിലും നിന്റെ ആരാധനയിലും നിന്റെ ശുശ്രൂഷയ്ക്കകത്തും നിന്റെ ദൈവദിന ധ്യാനത്തിനകത്തും നീ ഉറപ്പോടെ ദൈവത്തിൽ നിൽക്കുമ്പോൾ ശത്രു പ്രബലനായി നിനക്ക് നിന്നെ എഴുന്നേറ്റ് വരുമ്പോൾ നിന്റെ പ്രാർത്ഥന മധ്യേ അല്ലേരിയ യഹൂദ ഗോത്രത്തിന്റെ ബാലസിംഹങ്ങളായിരിക്കുന്ന ദൈവജനത്തിന്റെ പ്രാർത്ഥന മധ്യേ അല്ലേരിയ ശത്രു ഒരു വഴിയായി വന്ന് 7 വഴിയായി ചിതറിപ്പോകുന്ന വേദപുസ്തകം പഠിപ്പിക്കുന്ന സത്യമാണ്. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്നവരെ സ്നേഹിത, ഈ ലോകത്തിൽ കഷ്ടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, ദുരിതങ്ങളുണ്ട്, കണ്ണുനീരിന്റെ അനുഭവങ്ങളുണ്ട്, ഒറ്റപ്പെടുന്ന അനുഭവങ്ങളുണ്ട്, നിരാശകൾ കടന്നു വരാം. ഏതെല്ലാം പ്രതിസന്ധികളുടെ നടിയിലൂടെ നീ കടന്നുപോയാലും യഹൂദ ഗോത്രത്തിലെ ബാലസിംഹങ്ങളായിരിക്കുന്ന ദൈവജനം ഈ ലോകത്തിന്റെ ലോകത്തിന്റെ ശത്രുവായ സിംഹത്തിന്റെ കയ്യിൽ അകപ്പെട്ട് പതറിപ്പോകാതെ യഹൂദ ഗോത്രത്തിലെ ബാലസിംഹങ്ങൾ ദൈവസന്നി ഉറപ്പോടെ നിൽക്കണം. കാരണം നാം യഹൂദ ഗോത്രത്തിലെ രാജാവായ യഹൂദ സിംഹമായിരിക്കുന്ന കർത്താവിന്റെ മക്കളാണ്. അല്ലേലിയ. അപ്പൊ നമ്മള് സ്തോത്രം യഥാർത്ഥത്തിൽ പറഞ്ഞാൽ രാജാവായിരിക്കുന്ന ദൈവത്തിന്റെ മക്കളായതുകൊണ്ട് സ്തോത്രം നമ്മൾ ഒരിക്കലും ശത്രുവിന് മുമ്പിൽ പതറിപ്പോകരുത്. നിന്റെ പ്രാർത്ഥനയും നിന്റെ ആരാധനയും നിന്റെ സ്തുതിയും സ്തോത്രങ്ങളും ഏത് ശത്രു സൈന്യത്തിന്റെ കയ്യിൽ നിന്നെ വിടിവിക്കുവാൻ ശക്തനാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്ന വാക്യമുണ്ട്, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം സകലത്തിലും മതിയാകുന്നു. അതെ, ഫിലിപ്പിയ കാരാഗ്രഹത്തിലാണ് പൗലോസ് കിടക്കുന്നതെങ്കിലും ഫിലിപ്പിയ കാരാഗ്രഹത്തിൽ തന്നോടൊപ്പം അനവധി തടവ് പുള്ളികളുണ്ടെങ്കിലും പൗലോസിനെ സംബന്ധിച്ച് ലോകപ്രകാരം കുറ്റങ്ങൾ ചെയ്യാതെ പൗലോസ് സുവിശേഷ മുഖാന്തരം കാരാഗ്രഹത്തിൽ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനാണെങ്കിലും ഫിലിപ്പി ലേഖനം 4-13 വാക്യത്തിൽ രേഖപ്പെടുത്തി വെച്ചു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ മതിയാകുന്നു എന്ന് പറഞ്ഞാൽ ജീവനുള്ള ദൈവം പൗലോസിനോട് കൂടെ ഉള്ളത് കൊണ്ട് അല്ലേലിയ പൗലോസിന്റെ കയ്യിലെ ചങ്ങലകളോ പൗലോസിനെ ഫിലിപ്പിയ കാരാഗ്രഹവും ഒരു പ്രശ്നമല്ല. അത് അപ്പോസ്തലപ്രവൃത്തി 16:25 പൗലോസ് അത് വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, ഇവിടെ ദാരിയാവേശ് രാജാവ് ദാനിയേലിനോട് പറയാം, നീ ജീവനുള്ള ദൈവത്തിന്റെ ദാനിയേലേ, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ? അല്ലേ? ഒരു ചോദ്യം എന്ന് പറയുന്ന സകല ജനത്തിന്റെ ഹൃദയങ്ങൾ ഇടിനാദം പോലെ മുഴങ്ങണം. അല്ലേരിയ. നീ ആരാധിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണെന്ന് നിന്റെ ഹൃദയത്തിനകത്ത് ഇടിനാദം പോലെ ആ ശബ്ദം മുഴങ്ങി കേൾക്കണം. എപ്പോഴും രക്തം ചെയ്യും. അല്ലേരിയ. നിന്നെ തകർക്കുവാൻ ഒരു ശത്രുവിന് കഴിയില്ല, നിന്നെ ഉടയ്ക്കുവാൻ ഒരു ശത്രുവിന് കഴിയില്ല, നിന്നെ പറിച്ചു മാറ്റുവാൻ ആർക്കും കഴിയത്തില്ല. നിന്റെ ജീവിതത്തെ, നിന്റെ നന്മയെ, നിന്റെ കുടുംബത്തെ, നിന്റെ ഭാവിയെ, നിന്റെ ജോലിയെ, നിന്റെ സമ്പത്തിനെ തകർക്കുവാൻ പിശാച് പല പദ്ധതിയുമായി കടന്നു വരുമ്പോൾ അതിന്റെ നടുവിൽ യഹൂദ ഗോത്രത്തിലെ ബാലസിംഹത്തെ പോലെ നീ ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നെങ്കിൽ രക്തം ചെയ്യും. ശത്രു നിന്റെ മുമ്പിൽ ചിതറി ഓടുക തന്നെ ചെയ്യും.
ഈശ്വരോ വിശ്വസിക്കുന്ന ദൈവമക്കളുടെ ആമേൻ പറഞ്ഞാട്ട്. അല്ലേലിയ. അപ്പൊ നിങ്ങൾ ഒരിക്കലും പരാജയപ്പെട്ടു പോകരുത്, പതറിപ്പോകരുത്. അല്ലേലിയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുന്നുണ്ട്, വീണ്ടും കാണുന്നുണ്ട്. ഞാൻ മൂന്നാമതായി പറഞ്ഞ ദൈവജനങ്ങളെ കർത്താവ് സിംഹങ്ങളോട് സാമ്യപ്പെടുത്തി പറഞ്ഞിരിക്കുന്നു, യഹൂദയിലെ ബാലസിംഹം എന്ന്. അടുത്ത കാര്യം നമ്മൾ വിളിക്കുമ്പോൾ കാണുന്നത്, ഇതാ ജനം സിംഹയെ പോലെ എഴുന്നേൽക്കുന്നു, ബാലസിംഹത്തെ പോലെ തെളിഞ്ഞു നിൽക്കുന്നു എന്ന് സംഖ്യാപുസ്തകത്തിനകത്ത് 23 അധ്യായം ഒരു സ്തോത്രം അതിന്റെ 24 വാക്യം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അവിടെ ഞാൻ വാക്യം വായിച്ചു കേൾപ്പിക്കുക. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അല്ലേലൂയ, സ്തോത്രം, അല്ലേലൂയ. ഇതാ ജനം സിംഹയെ പോലെ എഴുന്നേൽക്കുന്നു, ബാലസിംഹത്തെ പോലെ തെളിഞ്ഞു നിൽക്കുന്നു, അല്ലേലൂയ. അവൻ ഇരപിടിച്ച് തിന്നാതെയും നിഹിതന്മാരുടെ രക്തം കുടിക്കാതെയും കിടക്കയില്ലെന്ന് ഇവിടെ ബിലയാമ പറയുന്ന കാര്യങ്ങളാണ്. എന്താണ് ഇവിടെ പറയാൻ കാരണം? അല്ലേലൂയ. അത്യാഗ്രഹങ്ങളാലും ദുർമോഹങ്ങളാലും വശീകരിക്കപ്പെട്ടു പോയ വശീകരിപ്പോടെ അവർ ദൈവത്തെ ത്യജിക്കുകയും അതിദയനീയമായ നിലയിൽ മരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അല്ലേലൂയ. ആ സമയത്താണ് ബിലയാം എന്ന് പറയുന്ന പ്രവാചകനെ ദൈവം എഴുന്നേൽപ്പിക്കുന്നത്. ബിലയാം വെറും ഒരു കള്ളപ്രവാചകനായിരുന്നുവെങ്കിലും ദൈവത്തിന്റെ അരുളപ്പാടുകൾ അറിയിപ്പാൻ ദൈവം അവനെ തെരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമല്ല. അല്ലേലൂയ. ബിലയാം ഒരു കള്ളപ്രവാചകനാണെങ്കിലും ദൈവം അവനെ തെരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണെന്ന് വേദപുസ്തകം വ്യക്തമായി പഠിപ്പിക്കുന്നില്ല. അല്ലേലൂയ. അപ്പം വിചിത്രമായ അനേക വിവരങ്ങൾ ബിലയാമിനെ കുറിച്ച് സംഖ്യാപുസ്തകത്തിൽ ഉണ്ടെങ്കിലും മാർമികമായ ഒരു മൂടൽ മഞ്ഞിനാൽ അവൻ ആവരണം ചെയ്യപ്പെട്ട് കിടക്കുകയാണ്. ഇസ്രായേൽ ജനത്തെ ശപിക്കുവാനാണ് ബിലയാം നിയോഗിക്കപ്പെട്ടതെങ്കിലും അതിന് വിപരീതമായി ഇസ്രായേലിനെ അനുഗ്രഹിക്കുകയും അവരുടെ ശത്രുക്കളെ ശപിക്കുകയുമാണ് ചെയ്തത്. അപ്പം ബാരാക്കിയുടെ പൈസ കണ്ട്, ബാരാക്കിയുടെ പണം കണ്ട്, ബാരാക്കിന്റെ സമ്പത്ത് കണ്ട് ഇസ്രായേൽ മക്കളെ ശപിക്കാൻ ബിലയാമിനെ ബാരാക്ക് ക്ഷണിച്ചെങ്കിലും ബിലയാമിന് ഇസ്രായേൽ ജനത്തെ ശപിക്കാൻ കഴിയുന്നില്ല. അല്ലേ? ബിലയാം നോക്കുമ്പോൾ ഇസ്രായേൽ ജനത്തെ കണ്ട കാഴ്ചയാണ് നമ്മൾ സംഖ്യാപുസ്തകം 23:24 വായിച്ച്, ഇതാ ജനം സിംഹയെ പോലെ എഴുന്നേൽക്കുന്നു, ബാലസിംഹത്തെ പോലെ തെളിഞ്ഞു നിൽക്കുന്നു. അതെ സോദരം, നിന്നെ ശപിക്കുവാൻ ശത്രു എഴുന്നേൽക്കുമ്പോൾ, ശാപത്തിന്റെ വാക്കുകൾ പറയുമ്പോൾ, ശാപത്താൽ നിന്നെ മൂടുവാൻ പിശാച് പല തന്ത്രങ്ങളും പറയുമ്പോൾ നീ ഇവിടെ വചനം ശ്രദ്ധിക്കണം. ഇതാ ജനം സിംഹയെ പോലെ നീ എഴുന്നേൽക്കണം. എന്നെ കേൾക്കുന്ന പറയും ദൈവമക്കളെ, ഒരു ദൈവജനത്തെ, ഒരു ദൈവദാസനെ, ഒരു ദൈവത്തെ ശപിക്കുവാൻ ഈ ഭൂമിയിൽ ആർക്കും കഴിയില്ല. ബിലയാം ഒരു കള്ളപ്രവാചകനായിരുന്നുവെങ്കിലും ദൈവത്തിലെ ആലോചന മറച്ചുവെക്കാതെ പറയുവാൻ ദൈവം അവനെ തെരഞ്ഞെടുത്തത് വ്യക്തമല്ലെങ്കിലും അതെല്ലാം ഒരു പുകപടല പോലെ മറഞ്ഞു നിൽക്കുന്നതാണെങ്കിലും ഇസ്രാജനത്തെ ശപിക്കുവാൻ കഴിയാത്ത വിധം ഇസ്രാജനം സിംഹിയെ പോലെ തെളിഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ വചനങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ ലോകത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ, ഈ ലോകത്തിൽ ഞാനും നിങ്ങളും ആയിരിക്കുമ്പോൾ നമുക്കെതിരെ അനവധി കള്ളപ്രവാചകന്മാരും കള്ള ഇടയന്മാരും ഉപദേഷ്ടക്കന്മാരും ഉപദേശങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു വരാം. നിന്റെ ആത്മീയ ജീവിതത്തിന്റെ വിശ്വാസ ജീവിതത്തെ നീ മുറുകെ പിടിച്ച് വിശ്വാസ പ്രമാണത്തെ, ദൈവം നിനക്ക് തന്നിരിക്കുന്ന കൽപ്പനകളെ ചോദ്യം ചെയ്ത് നിന്നെ തകർക്കുവാൻ പിശാച് പല വിധത്തിലും നിനക്കെതിരെ എഴുന്നേൽക്കാം. അതിന്റെ നടുവിൽ നീ സിംഹയെ പോലെ തെളിഞ്ഞു നിൽക്കണം. നീ തളരുവാനല്ല ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ജീവനുള്ള ദൈവത്തെ നിന്നിലൂടെ വെളിപ്പെടുത്താനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതെ, ബാബേലിൽ കിടക്കുന്ന ദാനിയേൽ ഇപ്പോൾ സിംഹക്കുഴിയിലാണെങ്കിലും സിംഹങ്ങൾ അവനൊരു പോറൽ പോലും ഏൽപ്പിക്കാതെ കേടുവരുത്താതെ ദാര്യാവേശ് രാജാവിന്റെ ഉറക്കം കെടുത്തി ദാര്യാവേശ് രാജാവ് അധികാലത്തെ ഗുഹയുടെ അരികെ ചെന്ന് നിന്ന് ദുഃഖശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ചപ്പോൾ ദാനിയേൽ ഒരു പോറൽ പോലും ഏൽക്കാതെ സിംഹഗുഹയ്ക്കകത്തൊന്ന് വിളി കേട്ടെങ്കിൽ രാജാവിനോട് മറുപടി പറഞ്ഞെങ്കിൽ, എന്നെ കേൾക്കുന്ന സ്നേഹിത, നിനക്കെതിരെ എഴുതി പ്രതികൂലമായി നിൽക്കുന്ന ശത്രു സൈന്യത്തിന് മുമ്പിൽ ദൈവം നിന്നെ ഉയർത്താൻ പോവുകയാണ്. ദൈവം നിന്നെ ഉയർത്താൻ പോവുകയാണ്. ദൈവം നിന്നെ മാനിക്കാൻ പോവുകയാണ്. തകർക്കുവാൻ ആർക്കും കഴിയത്തില്ല. കാരണം നിനക്കെതിരെ ഉണ്ടായിരുന്ന ശത്രുവിന്റെ തലയെ യേശു കാൽവറിയിൽ തകർത്ത് കളഞ്ഞു. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവ്, പിതാവ്, എന്നെ കേൾക്കുന്ന യുവതി വക്കന്മാരോട് പറയട്ടെ, നിന്റെ ശത്രുവിനെ യേശു കാൽവറിയിൽ തകർത്ത് കളഞ്ഞു.
ഈ ലോകത്തിന്റെ പ്രതിയോഗിയായിരിക്കുന്ന, ലോകത്തിന്റെ ശത്രുവായിരിക്കുന്ന സാത്താന്യ സൈന്യത്തിന്റെ തലയെ യേശു കാൽവറിയിൽ തകർത്തു. അതുകൊണ്ട് നിനക്ക് ഭയപ്പെടാനില്ല. ആമേൻ. നിനക്കെതിരെ നിൽക്കുന്ന ശത്രുവിന്റെ തലയെ തകർത്ത യേശു ക്രിസ്തു ജീവനുള്ള ദൈവമാ, ജീവിക്കുന്ന ദൈവം. അതുകൊണ്ട് നീ ജീവനുള്ള ദൈവത്തിന്റെ മകനായി, മകളായി, വിശുദ്ധിയിലും വേർപാടിലും വചനത്തിന് അനുസൃതമായി നീ ജീവിക്കുകയാണെങ്കിൽ, ഹല്ലേലൂയ, അവിടെയാണ് നിനക്ക് ജയം വരുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പലരുടെയും ജീവിതം പരാജയപ്പെടുന്നതിന് കാരണം എന്താ? പലരുടെയും ജീവിതം പരാജയപ്പെടുന്ന ദൈവത്തിൽ നിന്നും, പ്രമാണത്തിൽ നിന്നും, ദൈവകൽപ്പനയിൽ നിന്ന് അകന്നു മാറുമ്പോഴാണ് പലർക്കും പരാജയങ്ങൾ കടന്നു വരുന്നത്. ഹല്ലേലൂയ. ഇവിടെ സദൃശവാക്യം വായിക്കുമ്പോൾ നമുക്ക് മറ്റൊരു വാക്യം കൂടെ കാണാൻ കഴിയും. സദൃശവാക്യത്തിലേക്ക് വരുമ്പോൾ, സദൃശവാക്യം 28 അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സദൃശവാക്യം 28 അധ്യായം: ആരും ഓടിക്കാതെ ദുഷ്ടന്മാർ ഓടിപ്പോകുന്നു, നീതിമാന്മാരോ ബാലസിംഹം പോലെ നിർഭയമായിരിക്കുന്നു. ഹല്ലേലൂയ. അത് നീ ദൈവത്തിനെ പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, ആമേൻ, ദുഷ്ടന്മാർ, ഹല്ലേലൂയ, ആരും ഓടിക്കാതെ ഓടിപ്പോകും. നിന്റെ പ്രാർത്ഥന മധ്യ ദുഷ്ടൻ ഓടിപ്പോകും. എന്നാൽ നീതിമാന്മാർ എന്ത് ചെയ്യും? ബാലസിംഹം പോലെ നിവർന്നു നിൽക്കും. ഹല്ലേലൂയ. ഇന്നത്തെ തലമുറയെ നമുക്കറിയാം, പാപത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന, പാപത്തിലേക്ക് കൊണ്ടുപോകുന്ന ഇന്നത്തെ തലമുറകളെ നശിപ്പിക്കുന്ന ഈ ലോകത്തിന്റെ ജഡിക സുഖങ്ങൾ, ഈ ലോകത്തിന്റെ പാപസുഖങ്ങൾ തലമുറയെ മുഴുവൻ നശിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആമേൻ, ദൈവജനം ഇരുന്ന് പ്രാർത്ഥിച്ചുപവസിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, തലമുറയെ നശിപ്പിക്കുന്ന ഈ ലോകത്തിലെ ദൂട്ടന്മാർ, ഹല്ലേലൂയ, അവരെ വിട്ട് ഓടിപ്പോവുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അവരെ വിട്ട് ഓടിപ്പോകും. നീതിമാന്മാരോ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ബാലസിംഹം പോലെ നിർഭയമായി, നിന്റെ മക്കൾ ബാലസിംഹം പോലെ നിർഭയമായി വസിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നിന്റെ മക്കൾ ബാലസിംഹം പോലെ നിർഭയമായി നിന്റെ കുടുംബത്തിനകത്ത് വസിക്കണം. അന്യായമായ ബന്ധനങ്ങൾ, അന്യായമായ കൂട്ടുകെട്ടുകൾ, അവിശുദ്ധ ബന്ധനങ്ങൾ, അവിശുദ്ധ കൂട്ടുകെട്ടുകളിലേക്ക് നിന്റെ മക്കൾ പോകാതെ, അവർ അതിൽ വഴി വീഴാതെ, അവരുടെ തലചായ്ച്ചു കൊടുക്കാതെ, ശത്രുവിന്റെ കഷ്ടത്തിൽ നിന്റെ മക്കളെ തല കൊണ്ടിട്ട് കൊടുക്കാതെ, ഹല്ലേലൂയ, യഹൂദ ഗോത്രത്തിന് ബാലസിംഹമായിരിക്കുന്ന ദൈവമക്കൾ, സിംഹിയെ പോലെ ഉണർന്നിരിക്കുന്ന ദൈവമക്കൾ, ബാലസിംഹത്തെ പോലെ നിർഭയമായി ഇരിക്കുവാൻ വേണ്ടിയിട്ട് നീ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. എത്താൻ ചെയ്യണം. ഹല്ലേലൂയ. അപ്പൊ ദൈവജനത്തെ എപ്പോഴും സംരക്ഷിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ. മക്കളെ, എത്രയോ തലമുറകളാണ് കഷ്ടതയിലൂടെ കടന്നു പോകുന്നത്, കണ്ണുനീരിലൂടെ കടന്നു പോകുന്നത്. ഈ ലോകത്തിന്റെ പാപസുഖങ്ങളിലേക്ക് വീണിട്ട്, ഈ ലോകത്തിന്റെ പാപജടികമായ ജീവിതത്തിൽ വീണിട്ട് ഇന്ന് അല്ലെങ്കിൽ തലമുറകൾ മാതാപിതാക്കൾക്ക് നേരെ കൈയോങ്ങുന്ന, അടിക്കുന്ന കാലഘട്ടമാണ്. എത്രയോ കുടുംബത്തിലാണ് മാതാപിതാക്കളെ തല്ലുന്ന മക്കൾ. ഹല്ലേലൂയ. 18, 20, 21, 22 വയസ്സും പ്രായമായി നിൽക്കുന്ന മക്കൾ മാതാപിതാക്കളെ യാതൊരു കാരണവും കൂടാതെ, ഒരുപക്ഷെ മാതാപിതാക്കളുടെ ഭാഗത്ത് തെറ്റുകുറ്റങ്ങൾ വന്നാലും മക്കൾ അപ്പനെയും അമ്മയെ അടിക്കുന്ന കാഴ്ചകൾ കണ്ണാലെ കാണുമ്പോൾ, ചെവി കൊണ്ട് കേൾക്കുമ്പോൾ, ഹല്ലേലൂയ, പല മക്കളും മാതാപിതാക്കളെ അനുസരിക്കാതെ ഈ ലോകത്തിന്റെ ലഹരികൾക്ക് അടിമപ്പെട്ടുമ്പോൾ, മയക്കുമരുന്നിനകത്ത് വീഴുമ്പോൾ, കൂട്ടുകെട്ടിൽ അകപ്പെട്ട് മാതാപിതാക്കളെ അനുസരിക്കാതെ അവർക്കെതിരെ മറുത്തു നിൽക്കുമ്പോൾ, മാതാപിതാക്കളെ അവർ ഉപദേശിക്കുമ്പോൾ അവർക്കെതിരെ ശബ്ദം ഉയർത്ത അനവധി തലമുറകൾ എഴുന്നേറ്റുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, പാപത്തിന്റെ ചങ്ങലകളെ പൊട്ടിച്ചു കളഞ്ഞ്, പാപത്തിന്റെ കെട്ടുകളെ നീ പൊട്ടിച്ചു കളഞ്ഞിട്ട്, ഈ ലോകമാകുന്ന സാത്താന്റെ ശക്തികൾക്ക് നീ വഴുതി വീഴാതെ, നീ നിന്റെ കുടുംബവും ബാലസിംഹത്തെ പോലെ നിർഭയമായിരിക്കണമെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഈ യഹൂദ ബാലസിംഹം എന്നൊക്കെ പറയുമ്പോൾ ദൈവമക്കൾ സിംഹിയെ പോലെ, ഹല്ലേലൂയ, സ്തോത്രം, സിംഹിയെ പോലെ, സിംഹത്തെ പോലെ തെളിഞ്ഞു നിൽക്കുന്നു, ബാലസിംഹത്തെ തെളിഞ്ഞു നിൽക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. വീണ്ടും പറഞ്ഞത്, നീതിമാന്മാരോ ബാലസിംഹം പോലെ നിർഭയമായിരിക്കുന്നു. നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ സിംഹത്തിന്റെ അരികിൽ അധികം ശത്രുക്കൾക്ക് അടുക്കാൻ പറ്റത്തില്ല. സിംഹത്തെ അങ്ങനെ സ്തോത്രം മറ്റ് മൃഗങ്ങൾക്ക് ആക്രമിക്കാൻ കഴിയില്ല. കാരണം സിംഹങ്ങൾ ഗർജനം കേൾക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും? മറ്റ് സിംഹങ്ങളിൽ അലറി ഓടുക ചെയ്യുന്നത്. അല്ലേ? അങ്ങനെ അലറി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ട സിംഹത്തെ കുറിച്ച് പഠിക്കും. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ ജനം ദൈവത്തിന് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് ദൈവത്തെ ശക്തമായി അതരങ്ങൾ തുറന്ന് സ്തുതിച്ച് സ്തോത്രം ചെയ്ത് ആരാധിക്കുമ്പോൾ ദൈവമക്കളുടെ ഗർജന മുഖാന്തരം, ആരാധന ശബ്ദ മുഖാന്തരം, സ്തുതി സ്തോത്രങ്ങളുടെ ഗർജന മുഖാന്തരം നിനക്ക് മുമ്പിൽ നിൽക്കുന്ന ശത്രുക്കൾ ചിതറിപ്പോകും.
അല്ലേരിയ. അതിനാണ് ദൈവം നമ്മെ ബാലസിംഹം പോലെ ഗർജനത്തോടെ അധികാരത്തിന്റെ ശുശ്രൂഷത നമ്മെ നിർത്തിയിരിക്കുന്നത്. അല്ലേരിയ. പെന്തക്കോസ്ത് നാളിൽ അല്ലേരിയ സ്തോത്രം ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൂടിയിരുന്ന 120 പേരുടെ ഇറങ്ങി വന്ന് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവരെല്ലാവരും ആത്മാവിൽ നിറയപ്പെട്ട് അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. സിംഹം ഗർജിക്കുന്നത് പോലെ യഹൂദ ഗോത്രത്തിലെ ബാലസിംഹങ്ങളായിരിക്കുന്ന 120 എണ്ണം അവർ സിംഹിയെ പോലെ ബാലസിംഹത്തെ പോലെ തെളിഞ്ഞു നിന്ന് ആമി സ്തോത്രം അവർ പ്രാർത്ഥിച്ചു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ മാളിക മുറിയിൽ നിന്ന് ഉയർന്നു വന്ന ഗർജന ആരാധനയുടെ ശബ്ദം അന്ന് യെരൂശലേം ദേവാലയത്തിൽ ആമി ഉത്സവത്തിന് പെരുന്നാളിന് കൂടി വന്ന 3000 ജനത്തിന്റെ ഹൃദയങ്ങളിലേക്ക് ആഴമായി പതിക്കുകയും അവർ ഓടി വന്ന് രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച് പത്രോസിന്റെ വാക്കുകൾക്ക് മുമ്പിൽ അവർ ഹൃദയപ്പെടുത്തി പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടതെന്ന് കേട്ടത് 3000 പേരെന്ന് വായിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് ദൈവമക്കൾ ഇപ്പോൾ സിംഹത്തെ പോലെ ബാലസിംഹത്തോട് ഗർജിക്കുന്നവരായിരിക്കണം. എന്തിനാണ് ഗർജി? ആരാധനയിലും പ്രാർത്ഥനയിലും സ്തുതി സ്തോത്രങ്ങളിലായിരിക്കണം, അല്ലാതെ മറ്റുള്ളവർക്കെതിരെ ആയിരിക്കരുത്. അല്ലേരിയ. ഇവിടെ ദൈവത്തിന് പറഞ്ഞു. അപ്പൊ 4ാമതായി കാണുന്നത് സാത്താനെ സിംഹത്തോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. അല്ലേരി. അപ്പോൾ ഒന്നാമതായി സിംഹം എന്നത് ദൈവത്തിന് കൊടുക്കപ്പെട്ട നാമമാണ്. അത് ശക്തിയുള്ള നാമമാണ്. 2ാമതായി ദൈവജനത്തിന്റെ സൈന്യങ്ങളിലുള്ള ദൈവദൂതൻ ദൈവത്തിന്റെ സൈന്യങ്ങളിൽ ബലമുള്ള ദൂതന്മാരെ സിംഹത്തെ പോലെ കാണുന്നു. 3ാമതായി കർത്താവ് ജനങ്ങളെ സിംഹത്തോട് സാദൃശ്യപ്പെടുത്തുന്നു. 4ാമതായി സാത്താനി സിംഹത്തെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. സാത്താനെയും സിംഹത്തോട് ചേർത്ത് അല്ലേരിയ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. അല്ലേരിയ. അപ്പൊ സാത്താനെ സിംഹത്തോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുമ്പോൾ നിങ്ങളെ പ്രതിയോഗിയായി പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് തിരഞ്ഞു ചുറ്റി നടക്കുന്നു എന്നാണ് അല്ലേരിയ നമ്മൾ പത്രോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നത്. അല്ലേരിയ. പലപ്പോഴും നമുക്ക് ആ വാക്ക് നല്ല സുപരിചിതമാണ്, ആ വചനം നല്ല സുപരിചിതമാണ്, നമുക്ക് കാണാപ്പാടമാണ്. നിങ്ങളുടെ പ്രതിയോഗിയായിരിക്കുന്ന പിശാച് അല്ലേരിയ. നിങ്ങളുടെ പ്രതിയോഗിയായിരിക്കുന്ന പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങിവിടെന്ന് തിരഞ്ഞു നടക്കുന്നു. അപ്പൊ ഇവിടെ സാത്താനെയും സിംഹത്തോട് ചേർത്ത് അല്ലേരിയ ഉപമിക്കുകയാണ്. അല്ലേരിയ. ഇത് അതേസമയം ദുർമാർഗങ്ങളെയും സിംഹത്തോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. 5ാമത് ദുർമാർഗങ്ങളിൽ അല്ലേരിയ സിംഹത്തോട് ചേർത്ത പറയുന്നത്. അപ്പം സിംഹം എന്ന് പറയുന്ന 5 തരത്തിൽ സിംഹങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ സ്തോത്രം 1 സാത്താനോട് ഉപമിക്കുന്നു, 2 ദുർമാർഗങ്ങളോട് ഉപമിക്കുന്നു. അത് എന്നെ കേൾക്കുന്ന പ്രശ്നീയത, ഈ ലോകത്തിന്റെ ദുർമാർഗങ്ങളിലേക്ക് നീ വീണ് പോകരുത്. അല്ലേരിയ. സ്തോത്രം. അല്ലേരിയ. ഇവിടെ സ്തോത്രം. ഇവിടെ അതേസമയം ദുർമാർഗത്തെയും സിംഹത്തോട് സാദൃശ്യപ്പെടുത്തി പറഞ്ഞിരിക്കുന്നു. ഇന്ന് പലതരത്തിലുള്ള ദുഷ്ട മനുഷ്യർ നിങ്ങൾക്ക് വിരോധമായി എഴുന്നേറ്റ് സിംഹത്തെ പോലെ നിൽക്കുക. അല്ലേരിയ. അപ്പൊ ഇന്ന് പല ദുഷ്ടരായിരിക്കുന്ന മനുഷ്യരും പല ശത്രു സൈന്യവും നിങ്ങൾക്കെതിരെ സിംഹത്തെ പോലെ എഴുന്നേറ്റെന്ന് ഗർജിക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ, അല്ലെങ്കിൽ പിശാചായ സിംഹങ്ങളുടെ വായിൽ നിങ്ങളെ വിടുവിക്കുവാൻ ജീവനുള്ള ദൈവശക്തനാണ്. അല്ലേരിയ. നമുക്കറിയാം ബാബേലില് സ്തോത്രം ദാനിയേലിനെ സിംഹഗുഹയിൽ കൊണ്ടയിട്ട ദാനിയേലിന്റെ ശത്രുക്കൾ അല്ലേരിയ, ദുഷ്ടരായിരിക്കുന്ന ശത്രുക്കൾ, അവർ സിംഹത്തെ പോലെ ഗർജിച്ച് ദാനിയേല് സിംഹത്തിന്റെ ഗുഹയിൽ മരണപ്പെട്ട അസ്ഥികൾ പോലും നുറുങ്ങിപ്പോയി എന്ന് തിരിച്ചറിയാൻ പ്രഭാതത്തിലെ വാർത്ത കേൾക്കുവാൻ വേണ്ടിയിട്ട് ദാനിയേലിന്റെ ശത്രുക്കളായിരിക്കും സിംഹത്തെ പോലെ ഗർജിച്ച് നിൽക്കുമ്പോഴാണ് ദാനിയേല് സിംഹഗുഹയിൽ നിന്ന് രാജാവിന്റെ വാക്കുകൾക്ക് മുമ്പിൽ ശബ്ദം പുറപ്പെടുവിച്ച് വിളി കേട്ടത്. അല്ലേരിയ. അപ്പം നിങ്ങൾക്ക് ദുഷ്ട മനുഷ്യർ എന്ത് ചെയ്യും? അല്ലേരിയ. സിംഹത്തെ പോലെ ഗർജിച്ച് നിൽക്കും. ഇതൊക്കെ വേദപുസ്തകത്തിൽ നാം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന ശ്രോതാവി, ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് പറയുന്നത്, നിനക്കെതിരെ ദുഷ്ടരായിരിക്കുന്ന മനുഷ്യ സിംഹത്തെ പോലെ ഗർജിച്ച് നിൽക്കും. അത് നിന്റെ ഭവനത്തിലാകാം, നിന്റെ മാതാപിതാക്കളാകാം, നിന്റെ സഹോദരങ്ങളാകാം, നിന്റെ ബന്ധുമിത്രാദികളായിരിക്കാം, നിന്റെ ഭാര്യയാകാം, നിന്റെ മക്കളാകാം, നിന്റെ ഭർത്താവായിരിക്കാം, നിന്റെ സുഹൃത്തായിരിക്കാം, നിന്റെ അയൽവാസിയായിരിക്കാം, അധികാരികളുടെ ഭാഗത്തുനിന്നായിരിക്കാം, രാഷ്ട്രീയക്കാരായിരിക്കാം, മദ്യത്തിനും മയക്കുമരുന്നും ലഹരിക്കും അടിമപ്പെട്ടവരായിരിക്കും. അങ്ങനെ വിവിധ തലങ്ങളിലുള്ള ദുഷ്ടരായിരിക്കുന്ന മനുഷ്യരിന്റെയും അവർ സിംഹത്തെ പോലെ നിനക്ക് നേരെ ഗർജിച്ച് നിൽക്കുമ്പോൾ, യഹൂദാ ഗോത്രത്തിലെ ബാലസിംഹമായി നീ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നെങ്കിൽ, ലോകത്തിൽ നിനക്ക് നേരെ ഗർജിച്ച് നിൽക്കുന്ന ദുഷ്ട മനുഷ്യരെ
സിംഹം പോലെ ഗർജി ദുഷ്ടമനുഷ്യൻ നിനക്ക് പരാജയപ്പെടുത്താൻ കഴിയും. പ്രൈസലോ. അപ്പൊ നിനക്കെതിരെ ദുഷ്ടരായിരിക്കുന്ന മനുഷ്യർ ഗർജനത്തോടെ കൂടി നിൽക്കുവെന്ന്. അല്ലേ? അപ്പൊ ദുഷ്ടന്മാരായിരിക്കുന്ന മനുഷ്യൻ ഗർജിച്ച് നിനക്കെതിരെ നിൽക്കുമ്പോൾ, നിനക്കെതിരെ ദുരാലോചന കൊണ്ടുവരുമ്പോൾ, ദുർമാർഗങ്ങൾ നിന്റെ നേരെ പറഞ്ഞു കൊണ്ടുവരുമ്പോൾ, അപവാദം നിന്റെ പേരെ പറഞ്ഞു കൊണ്ടുവരുമ്പോൾ, അവിടെ നീ പതറിപ്പോകാതെ ഹല്ലേലൂയ നീ ദൈവത്തിന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ, ദാനിയേലിനെ പോലെ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നെങ്കിൽ, ആ ദുഷ്ടരായിരിക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. രക്തം ചെയ്യും കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് ഇന്ന് പകൽ ഈ ദൈവത്തിന് വചനം കേട്ടുകൊണ്ട് ശ്രോതാവേ, നിനക്ക് നേരെ ഗർജിച്ച് നിൽക്കുന്ന ചില ദുഷ്ടശക്തികളെ ദൈവം നീക്കാൻ പോവുകയാണ്. നിനക്ക് നേരെ ദുഷ്ടരായി നിൽക്കുന്ന ചില ശത്രുവിനെ ദൈവം നീക്കാൻ പോവുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ട് സ്തോത്രം ഹല്ലേലൂയ വീട് ജപ്തി ചെയ്യുവാനായിട്ട് വരുന്ന വിവരം കേട്ടപ്പോൾ ജപ്തിക്കാർക്ക് വീട്ടിൽ വന്നപ്പോൾ ചിലര് ജീവൻ ഒടുക്കിക്കളഞ്ഞ വാർത്തകളൊക്കെ നിങ്ങൾ കേട്ടു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരെ സ്നേഹിത, ഭൂമി നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നീ ജീവിതത്തിൽ നീ വരുതി വെച്ച ചില കടക്കെണികളുണ്ട്, ചില ബാധ്യതകളുണ്ട്. അത് കൊടുത്തു തീർക്കാൻ കഴിയാതെ സമയങ്ങൾ തെറ്റുമ്പോൾ, അടയ്ക്കേണ്ട കാലാവധിക്ക് അടയ്ക്കാൻ കഴിയാതിരുമ്പോൾ, നിന്റെ നന്മകൾ മുഴുവൻ ജപ്തി ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിനക്കെതിരെ ഗർജിച്ച് നിൽക്കുന്ന ചില ശക്തികൾ വരുമ്പോൾ, അവിടെ നിന്റെ ജീവനെ ഒടുക്കിക്കളയാതെ നീ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, ഹല്ലേലൂയ, നീ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നിന്റെ ശത്രു തല താഴ്ത്തിപ്പോകും. ഹല്ലേലൂയ. പലർക്കും ഹല്ലേലൂയ സിംഹം ഗർജിക്കുമ്പോൾ, ഹല്ലേലൂയ ശത്രു നിനക്ക് നേരെ ഗർജിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പോകുന്നതാണ് പലരും പരാജയപ്പെടുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് നീ പതറിപ്പോകാതെ നീ ദൈവത്തിന് ഉറപ്പോടെ നിൽക്കണം. വീണ്ടും നമുക്ക് ദൈവത്തിൽ വായിക്കുന്നുണ്ട്. സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഹല്ലേലൂയ ദൈവം ദുഷ്ട മനുഷ്യൻ നിങ്ങൾക്ക് വിരോധമായി എഴുന്നേറ്റ് സിംഹത്തെ പോലെ നിൽക്കാം. എന്നാൽ ദാനിയേലിന്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരുന്ന് പിശാചായ സിംഹങ്ങളുടെ വായിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും. ഹല്ലേലൂയ. അപ്പം ദുഷ്ടരായിരിക്കുന്ന മനുഷ്യർ നിങ്ങൾക്കെതിരെ സിംഹം പോലെ നിന്നാലും ദാനിയേലിന്റെ ദൈവം ജീവനുള്ള ദൈവം നിനക്ക് വേണ്ടി എഴുന്നേറ്റ് പിശാചായ സിംഹങ്ങളുടെ കയ്യിൽ ദൈവം നിന്നെ വിടുവിക്കും. അതുകൊണ്ടാണ് 68-ാം സംഗീതം 1-ാം വാക്യങ്ങൾ വായിക്കും കാണുന്നുണ്ട്, ദൈവം എഴുന്നേൽക്കുമ്പോൾ അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. ഹല്ലേലൂയ. അതെ, നീ പ്രാർത്ഥിക്കുമ്പോൾ, നീ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, വിശുദ്ധിയിൽ നിൽക്കുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കും. ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ നിനക്കെതിരെ നിൽക്കുന്ന ശത്രുക്കൾ ചിതറിപ്പോകും, രക്തം ചെയ്യും. വിശ്വസിക്കുന്നതിൽ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, ശ്രോതാവേ, ദൈവത്തിന്റെ വചനം പറയുന്നത്, നീ ലോകത്തെ കണ്ട് ഭയപ്പെടരുത്, ലോകക്കാരെ കണ്ട് ഭയപ്പെടരുത്, ഇവിടുത്തെ ഗർജനങ്ങൾ കണ്ട് നീ ഭയപ്പെടരുത്, ദുഷ്ട മനുഷ്യരെ കണ്ട് നീ ഭയപ്പെടരുത്. നീ ജീവനുള്ള ദൈവത്തിന്റെ മകളായി നിൽക്കാൻ നീ നിന്നെ തന്നെ സമർപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ, ദാനിയേലിനെ വിടുവിച്ച ജീവനുള്ള ദൈവം നിന്റെ പ്രതിസന്ധി നിന്നെ വിടുവിക്കുമെന്ന്, നിന്റെ കടക്കണിയിൽ നിന്ന്, മാരകമായ രോഗത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന് എല്ലാം ദൈവം നിന്നെ വിടുവിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിന്റെ എല്ലാ പ്രതികൂലമായ സാഹചര്യം ദൈവം നിന്നെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുക. അന്ന് ദാരിയാവേശ് രാജാവ് ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലെ നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവ സിംഹങ്ങൾ നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. നിങ്ങളുടെ ഉത്തരം എന്താണ്? ഹല്ലേലൂയ. നിങ്ങളുടെ ഉത്തരം, സിംഹങ്ങളുടെ വായ് എപ്പോൾ അടയ്ക്കപ്പെടും? സിംഹങ്ങളുടെ വായിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള രഹസ്യം എന്താണ്? ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾക്കെതിരെ ഇങ്ങനെ വരുന്ന സിംഹങ്ങൾ, ഹല്ലേലൂയ, സിംഹങ്ങളുടെ വായിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? സിംഹങ്ങളുടെ വായ് എപ്പോൾ അടയ്ക്കപ്പെടും എന്നൊരു ചോദ്യം നിൽക്കുക. അത് ഒന്നാമതായി, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന ദൈവം എന്ന് രാജാവ് പറയുന്ന ആ ആരാധനയാണ് ദൈവസാന്നിധ്യത്തെ കൊണ്ടുവരുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. നീ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ, കൂട്ടായ്മയിൽ ബന്ധപ്പെടും, കൂട്ടായ്മയായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ, ജീവനുള്ള ദൈവത്തെ നീ ആരാധിക്കുമ്പോൾ നിനക്ക് നേരെ നിൽക്കുന്ന ശത്രുവിന്റെ വായെ ദൈവം അടച്ചു കളയും. സിംഹങ്ങൾ വായി അടയ്ക്കുമ്പോൾ നമ്മുടെ ദൈവം യഹൂദ ഗോത്രത്തിലെ സിംഹമായി ഇസ്രായേലിന്റെ സ്തുതികളുടെ മേൽ വസിക്കുന്ന പരിശുദ്ധ ദൈവം, നിന്റെ കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും.
ലേരിയ. അപ്പൊ നമ്മൾ ഈ ആരാധനയും കൂട്ടായ്മയൊന്നും മുടക്കിക്കളയരുത്. ചിലർക്ക് അല്ലെങ്കിൽ ദൈവവും വേണ്ട, ആരാധനയും വേണ്ട, കൂട്ടായ്മയും വേണ്ട, സ്തുതിയും വേണ്ട, സ്തോത്രവും വേണ്ട. ചിലർക്ക് അനുഗ്രഹം മാത്രം മതി. അനുഗ്രഹങ്ങളും വിടുതലും സൗഖ്യത്തിന് വേണ്ടി മാത്രം ഓടി നടക്കുന്ന ഒരു വലിയ കൂട്ടം ജനമുണ്ട്. അവർക്ക് അനുഗ്രഹം കിട്ടിക്കഴിയുമ്പോൾ, നന്മ കിട്ടിക്കഴിയുമ്പോൾ പിന്നെ അവർ സഭയിൽ വരത്തില്ല. അങ്ങനെ പിന്നെ അവർ കുറച്ചു നാൾ കഴിയുമ്പോൾ വീണ്ടും അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വർദ്ധിക്കുമ്പോഴാണ് വീണ്ടും അവർ ദൈവത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, നിന്റെ ദൈവമുള്ള കൂട്ടായ്മ നീ ഒരിക്കലും പിന്മാറിപ്പോകരുത്. ആരാധന നീ പിന്മാറിപ്പോകരുത്. ദൈവജനത്തോട് ചേർന്ന്, ദൈവത്തിന്റെ ദാസിദാസന്മാരോട് ചേർന്നിരുന്ന് നീ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അല്ലേലിയ സിംഹത്തിന്റെ വായ അടയ്ക്കുവോളം ബലം ദൈവം നിനക്ക് തരും. അല്ലേലിയ സിംഹത്തിന്റെ വായ അടയ്ക്കാനുള്ള ബലം ദൈവം നിനക്ക് നൽകുക. കാരണം നമ്മുടെ ദൈവം ഇസ്രാമ്യ പരിശുദ്ധനായ ദൈവമാണ്. അതുകൊണ്ടാണ് 22-ാം സങ്കീർത്തനമൊക്കെ വായിക്കുമ്പോൾ കാണുന്നത്, 22-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്, ഇസ്രായേലിന്റെ സ്തുതികൾമേൽ വസിക്കുന്നവനേ നീ പരിശുദ്ധനാകുന്നുവല്ലോ എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ ഒരുപക്ഷെ അന്ന് ദാനിയേലും അവിടെ കിടന്ന് സിംഹത്തിന്റെ ഗുഹയിൽ കിടന്ന് പ്രാർത്ഥിച്ചു കാണും. അല്ലേലൂയ, ഇസ്രായേലിന്റെ സ്തുതികൾമേൽ വസിക്കുന്ന ദൈവമേ നീ പരിശുദ്ധനാകുന്നുവല്ലോ, ഈ സിംഹ നിന്നെ പിടിവിക്കുമോ, നീ ശക്തനാണല്ലോ, ശത്രുക്ക് മേശക്ക് അബീദിനെ തീക്കുണ്ടത്തിൽ കൊണ്ടിട്ടപ്പോൾ നീ 4-മനായിട്ട് ഇറങ്ങി വന്ന ദൈവമല്ലേ, ആ ഇറങ്ങി വന്ന ദൈവമേ ഈ സിംഹക്കുഴിയിലേക്ക് ഇറങ്ങിയൊരു അങ്ങ് ശക്തനാണ്, അങ്ങ് സ്തുതികളുമേൽ വസിക്കുന്ന ദൈവമാണ്. ഒരുപക്ഷെ ദാനിയേലിന്റെ ഹൃദയത്തിലൂടെ ചിന്ത കടന്നു പോയിരിക്കാം. പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളവിടെ ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ, സ്തോത്രം, അല്ലെങ്കിൽ സങ്കീർത്തനം 65-1 പറയും പോലെ, സിയോനിൽ സ്തുതി യോഗ്യനായ ദൈവം എന്ത് ചെയ്താലും അവൻ പരിശുദ്ധനാണെന്നാണ്. 22-ാം സങ്കീർത്തനം 3-ാം വാക്യവും സങ്കീർത്തനം 65-1 കൂടെ ചേർത്ത് വായിക്കുമ്പോൾ, അല്ലേലൂയ, സ്തുതികളിന്മേൽ വസിക്കുന്ന ദൈവം, അല്ലേലൂയ, സ്തുതികളിന്മേൽ സിയോനിൽ വസിക്കുന്ന ദൈവം, യോഗ്യനായ ദൈവം, അവൻ എന്ത് ചെയ്താലും പരിശുദ്ധനാണ്. അപ്പൊ നമ്മുടെ ദൈവം എപ്പോഴും പരിശുദ്ധനായ ദൈവമാണ്. നമ്മുടെ ദൈവം മാത്രമേ പരിശുദ്ധനായ ദൈവമുള്ളൂ. ഭൂമിയിൽ പരിശുദ്ധമായ നാമത്തിന് അർഹരായവൻ, പരിശുദ്ധനായ നാമം എന്ന് പറയുവാൻ യേശുക്രിസ്തുവിന് മാത്രമേ, ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. ഭൂമിയിൽ ഒരു മനുഷ്യനെ പരിശുദ്ധനാണെന്ന് പറയാൻ പറ്റത്തില്ല, പരിശുദ്ധനായി പ്രഖ്യാപിക്കുവാനും കഴിയത്തില്ല. കാരണം ഒരപ്പനും അമ്മയ്ക്കും പിറന്ന, അപ്പനും അമ്മയ്ക്കും ജനിച്ച മക്കളെല്ലാം പാപത്തിൽ വസിക്കുന്നവരും പാപത്തിൽ ജീവിച്ചും പാപത്തിൽ മരിച്ചവരുമാണ്. അതുകൊണ്ട് അവരൊരിക്കലും പരിശുദ്ധനല്ല. അല്ലെങ്കിൽ പരിശുദ്ധൻ എന്നുള്ള നാമം യേശുവിനാണ്. ആ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നീ കഴുകൽ പ്രാപിക്കുമ്പോൾ, ശുദ്ധീകരണം പ്രാപിക്കുമ്പോൾ, യേശുവിന്റെ രക്തത്താൽ നീ ശുദ്ധീകരിക്കപ്പെടുമ്പോൾ, യഹൂദാ ഗോത്രത്തിന്റെ ബാലസിംഹമായി നിന്നെ ദൈവം മാറ്റി കഴിയുമ്പോൾ എന്ത് ചെയ്യും? നിനക്ക് ആ വിശുദ്ധി പരിശുദ്ധനായ ദൈവത്തെ സ്തുതിക്കാൻ കഴിയും. ആ പരിശുദ്ധനായ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നിന്റെ സകല പ്രശ്നങ്ങൾക്കും ജീവനുള്ള ദൈവം മറുപടി തരും, രക്തം ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഈ ലോകത്തെ കണ്ട് ഭയപ്പെട്ടു പോകരുത്. അപ്പം ഇവിടെ സ്തോത്രം, ഒന്നാമതായി, അല്ലെങ്കിൽ ഇടപെടാതെ സേവിച്ചു വരുന്ന ദൈവത്തെ നീ സ്തുതിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ, ആരാധനയുടെ സിംഹത്തിന്റെ വായടച്ച് ദൈവം നിന്നെ സ്വതന്ത്രമാക്കും. രണ്ടാമതായി, ദൈവത്തിന്റെ സൈന്യങ്ങളുള്ള ബലമുള്ള ദൂതനെ അയച്ച് അവരുടെ വായടച്ച് കളഞ്ഞുവെന്ന് നല്ലൊരു സ്തോത്രം നമ്മൾ ദാനിയേലിന്റെ പുസ്തകം 6:20 കാണുന്നുണ്ട്. അപ്പൊ ദൈവം തന്റെ ദൂതനെ അയച്ച് സിംഹത്തിന്റെ വായടച്ചുകളെയും, ദൈവത്തിന്റെ സൈനികളിൽ സിംഹത്തെ പോലെ ഗർജിക്കുന്ന മഹാബലമുള്ള ദൈവദൂതന്മാരുണ്ട്. സ്തോത്രം. ദൈവത്തിന്റെ സന്നിധിയില്, ദൈവത്തിന്റെ സൈന്യത്തില്, ദൈവത്തിന്റെ ദൂതന്മാരുടെ ഗണത്തിൽ സിംഹത്തെ പോലെ ഗർജിക്കുന്ന മഹാബലമുള്ള ദൂതന്മാരുണ്ട്. അവൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ഹല്ലേലൂയ, സ്തോത്രം. മൂന്നാമതായി, ജീവനുള്ള ദൈവത്തിന്റെ ദാസനെ എന്ന് രാജാവ് ദാനിയേലിനെ വിളിച്ചു. അത് ജീവനുള്ള ദൈവം യഹൂദാ ഗോത്രത്തിലെ സിംഹം മാത്രമാണ്. ലോകത്തിലുള്ള സിംഹങ്ങൾക്ക് തീർച്ചയായും നമ്മെ നശിപ്പിക്കാൻ കഴിയില്ല. അപ്പൊ ഇവിടെ രാജാവ് പറഞ്ഞു, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേല്. അപ്പം ജീവനുള്ള യഥാർത്ഥ ദൈവം, ജീവനുള്ള ദാസനായ ജീവനുള്ള ദൈവം എന്ന് പറയുന്നത് യഹൂദാ ഗോത്രത്തിലെ ദൈവമാണ്. ഹല്ലേലൂയ. ആ ദൈവത്തെ നീ ആരാധിക്കുമ്പോൾ, ആ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, നിനക്കെതിരെ നിൽക്കുന്ന സകല ശത്രുവിന്റെ ബലവും കെട്ടുപോകും. അതുകൊണ്ടാണ് ദൈവമക്കൾ പ്രാർത്ഥിക്കുമ്പോൾ പിശാച് മുട്ടുവിറയ്ക്കെന്ന് പറയുന്നത്. ദൈവമക്കളുടെ സ്തുതി, സ്തോത്രം, ആരാധനയുടെ ശബ്ദം കൊണ്ട് ഉയരുമ്പോൾ എന്ത് ചെയ്യുന്നു? ശത്രുവിന്റെ മുട്ട് വിറയ്ക്കാൻ തുടങ്ങും. അവന്റെ ചങ്കിൽ അല്ലയ്യ തീ പോലെ ആളാൻ തുടങ്ങും.
ഭയപ്പെടാൻ തുടങ്ങും. അതുകൊണ്ട് ദൈവജനം ശക്തമായി ആരാധിച്ചു തുടങ്ങണം. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ, നിനക്കെതിരെ ലോകം എഴുന്നേറ്റാലും, ലോകശക്തികൾ ഒന്നടങ്കം നിനക്കെതിരെ എഴുന്നേറ്റാലും നിന്നെ തകർക്കുവാൻ കഴിയത്തില്ല. ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തെ നശിപ്പിക്കുക ലോക രാജ്യങ്ങൾ ഒന്നിച്ചെഴുന്നേറ്റാലും, അനവധി ലോകരാജ്യങ്ങൾ ഒന്നിച്ചെഴുന്നേറ്റിട്ടും ഇസ്രായേലിനെ തകർക്കാൻ കഴിയില്ല. കാരണം സ്തുതികളിൽ വസിക്കുന്ന പരിശുദ്ധനായ ദൈവം ഇസ്രായേൽ ജനത്തെ സംരക്ഷിക്കുന്നത് കൊണ്ട് ഈ ലോകം മുഴുവൻ ഇസ്രായേലിനെ ഗർജിച്ചു നിന്നാലും ഇസ്രായേലിനെ തകർക്കാൻ കഴിയത്തില്ല. ഇസ്രായേൽ ദൈവത്തിന്റെ ജനമാ. പുതിയ നിയമസഭ ദൈവത്തിന്റെ ജനമാ. ഹല്ലേലൂയ, സ്തോത്രം. സ്തോത്രം. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ. യഹൂദാഗോത്രത്തിലെ സിംഹമാണ് നമ്മുടെ ദൈവം. ലോകത്തിലുള്ള സിംഹങ്ങൾക്ക് തീർച്ചയായും നമ്മെ ഛേദപ്പെടുത്തുവാൻ, നമ്മെ നശിപ്പിക്കുവാൻ, നമ്മെ ഇല്ലായ്മയാൻ കഴിയയില്ലെന്ന്. അല്ലേ? ലോകത്തിലുള്ള സിംഹങ്ങളെ കണ്ട് നിങ്ങൾ പേടിക്കണ്ട. നീ യഹൂദാഗോത്രത്തിലെ രാജസിംഹമായിരിക്കുന്ന കർത്താവിന്റെ മക്കൾ, നീ ബാലസിംഹം നിന്ന് ദൈവത്തെ സ്തുതിക്കുന്നെങ്കിൽ ഈ ലോകത്തെ നീ ഭയപ്പെടേണ്ടെന്ന്. സ്തോത്രം. നാലാമതായി, പഴയ നിയമത്തിലുള്ള ഭക്തന്മാർ വിശ്വാസത്താൽ സിംഹങ്ങളെ വായടച്ചുവെന്ന് എബ്രായ ലേഖനം 11:33 കാണുന്നുണ്ട്. അല്ലേ? വിശ്വാസവീരന്മാരുടെ പട്ടിക കാണുമ്പോഴും പഴയ ഭക്തം വിശ്വാസത്തെ സിംഹങ്ങൾ വായടച്ചു, ഹല്ലേലൂയ, എന്ന് അവിടെയും നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അവിടെയൊക്കെ നമ്മൾ ദൈവത്തിന് വചനം വായിക്കും, നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഹല്ലേലൂയ, സ്തോത്രം. വിശ്വാസത്താൽ രാജ്യങ്ങളെ അടക്കി നീതി നടത്തി വാഗ്ദാനം പ്രാപിച്ച് സിംഹങ്ങളുടെ വായടച്ചു, തീയുടെ ബലം കെടുത്തി വാളിന്റെ വായിക്ക് തെറ്റി ബലഹീന ശക്തി പ്രാപിച്ച് യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യത്തെ ഓടിച്ചു. ഹല്ലേലൂയ. കണ്ടോ? ദൈവത്തെ നീ സ്തുതിക്കുമ്പോൾ ശത്രു സൈന്യത്തെ പോലും നിനക്ക് ഓടിക്കാൻ കഴിയും. ശത്രു നിന്നെ ഓടിക്കരുത്, നീ ശത്രുവിനെ ഓടിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന് ആകയാൽ ദൈവമക്കൾ, നിങ്ങളുടെ വിശ്വാസത്തിന്റെ തീഷ്ണതയിൽ, വിശുദ്ധിയിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. വിശ്വാസത്തിന്റെ തീഷ്ണതയിൽ, വിശുദ്ധിയിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നെങ്കിൽ ഏത് സിംഹവും നിങ്ങളെ വിട്ടുഓടിപ്പോകും. ഈ ലോകത്തിലെ ഏത് സിംഹവും നിങ്ങൾ വിട്ടുഓടിപ്പോകും. കാരണം നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാകിയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുമെന്ന് യാക്കോബിന്റെ ലേഖനം 4:7 നമ്മൾ വായിക്കുന്നുണ്ട്. അത് ഞാൻ വായിച്ച വർഗത്തിലേക്ക് ഒന്നിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സ്തോത്രം. ദാര്യാവേശ് രാജാവ് അധികാലത്ത് സിംഹഗുഹയുടെ മുമ്പിൽ ബന്ധപ്പെട്ട് വന്നു നിന്ന് ഗുഹയുടെ അരികിലെത്തിയപ്പോൾ അവൻ ദുഃഖശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ചു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ച്, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, ദാനിയേലേ, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങൾ നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ? അതെ, നിന്നെ രക്ഷിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. ദാനിയേലിന്റെ ദൈവം നിന്റെ ദൈവമാ. ഇന്ന് പകൽ ഈ കഷ്ടം സഹിക്കുന്ന, വേദന നൊമ്പരത്തിൽ കടന്നു പോകുന്ന പ്രിയപ്പെട്ട പറയട്ടെ, നിന്നെ വിടിവിക്കുവാൻ ദൈവശബ്ദനാണ്. നീ ദൈവത്തിന് നിന്നെ ധരിപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ, ദൈവത്തിന് നിന്നെ സമർപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ, നിന്റെ കഷ്ടങ്ങൾ കാർത്തി വരുത്തി നിനക്ക് മുമ്പിൽ നിൽക്കുന്ന ശത്രുവിനെ തുരത്തി ഓടിക്കാൻ ജീവനുള്ള ദൈവം നിനക്ക് വേണ്ടി ജീവിക്കുന്നു, നിനക്ക് വേണ്ടി മധ്യസ്ഥം ചെയ്യുന്നു. കണ്ടുകളുടെ ചാട്ടം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? യേശുവിന്റെ സന്നിധിയില്, കർത്താവിന്റെ സന്നിധി ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? നിന്നെ വിടിവിക്കുവാൻ ദൈവം ഇറങ്ങി വരും. ദൈവം തന്റെ മഹാബലമുള്ള ദൂതന്മാരെ, സിംഹത്തെ പോലെ ഗർജിക്കുന്ന ദൂതന്മാരെ നിനക്ക് വേണ്ടി അയക്കും. കണ്ണുകളടച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ ലോക രാജ്യങ്ങളിലുള്ള 800 കോടിയധികം ജനത്തിനായ തലമുറ നടത്തപ്പെടാത്ത വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണവിധ സംസ്ഥാന രാജ്യങ്ങളെ ഭരിക്കുന്ന രാജകുമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പാട്ടാളം, മേധാവി, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസി ട്രൈബിലെ ഗോത്രഭാഗങ്ങൾ ഭരിക്കുന്നവരെ, കർത്താവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കരസേന, വ്യോമസ്, നാവികസേന അതിർത്തികൾ കാക്കുന്ന BC കർത്താവ് സ്തോത്രം, നിൽക്കുന്നവർ കർത്താവ് സ്തോത്രം, പോലീസിന്റെ ജുഡീഷ്യൽ വിഭാഗങ്ങൾ സ്തോത്രം, കർത്താവ് സഹകരണ ബുദ്ധിമേ, ആരോഗ്യമേ, വിദ്യാഭ്യാസ, സാമ്പത്തിക മേഖലയിലായിരിക്കുന്ന എല്ലാ വ്യക്തികളെയും കർത്താവിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. എല്ലാ ഭാഗ്യമേഖലയിലായിരിക്കുന്നവർ സകല ജനങ്ങളും ദൈവജനത്തെ സിംഹത്തെ പോലെ കരിച്ച് അവർ വായടയ്ക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഈ ജനത്തെ ഏൽപ്പി ജനകൂടെ മാനസാന്തരം മടങ്ങി വന്ന് ജീവപുസ്തകത്തിൽ പേരുള്ളവരായി കർത്താവിന്റെ വരവിനായി ഒരുകൂട്ടം ജനത്തെ ഒരുക്കണമേ. കടലോര വാസികൾ, തീരദേശവാസികൾ, കടലിന്റെ ആളുകൾ, മത്സ്യബന്ധനെ കടന്നു ഒരു കരയും കടലും ആകാശമാർ വാഹനോടി വാഹന യാത്ര ചെയ്ത് വാഹന നിർമ്മിതാക്കൾ, സെയിൽസ് ചെയ്യുന്നവർ, എല്ലാ കൺസ്ട്രക്ഷൻ മെക്കാനിക്, മോട്ടറിംഗ് യൂണിറ്റിലെ ട്രാൻസ്പോർട്ട് ഡ്രൈവേഴ്സിനെ ദൈവങ്ങൾ ഏൽപ്പിക്കുക. എല്ലാ ഹെവി വാഹനം ഓടിക്കുന്നത് ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് വ്യവസായ മേഖലയിലും, കർത്താവ് എല്ലാ ബിസിനസ് മേഖലയിലും, ചെറുത് വലുത് എല്ലാ വ്യാപാരി വ്യവസായികളെ, എല്ലാ കർത്താവ് വഴിയുടെ കച്ചവടക്കാരെ, ക്ഷീരമേഖലയും കാർഷിക മേഖലയിലും എല്ലാ കർത്താവ് പൊതുമേഖലയായിരിക്കുന്ന സകല ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ ജനത്തെ വിടിവിക്കണം, ശക്തീകരിക്കണമേ പ്രാർത്ഥിക്കുക.
പ്രാർത്ഥിക്കുകയാണ്. വിദേശ രാജ്യങ്ങൾ കൃഷ്ണസൈ വേദന എനിക്ക് നൊമ്പരപ്പെടുന്നവർ, ജോലിക്ക് കടന്നുപോയി ജീവിതത്തിൽ ഉയർച്ച നഷ്ടമായി സാമ്പത്തിക കടങ്ങൾ, കെടികൾ, ബാധ്യതകൾ കൂടെ കടന്നുപോകുന്ന ജപ്തി നിലവിൽ നേരിടുന്നവർ, നിരാശ ദുഃഖ കുടുംബജീവിതം തകർന്ന് മദ്യത്തിന് മയക്കും ലഹരിക്ക് അടിപ്പെട്ട് കിടക്കുന്നവർ, അല്ലെങ്കിൽ വിവിധ കേസുകൾ ക്രിമിനൽ കേസ് അകപ്പെട്ട് ജയിലിൽ ദുഃഖം അനുഭവിക്കുന്നവരെ എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന. ശൈശവത്തിനും ബാല്യത കൗമാരി യൗവനത്തിലും വാർത്തകത്തിന് അശന യാച ഗ്രോഷണ ചോട്ട ജീവിത തടവറയിലായിരിക്കുന്നവർ, കുടുംബജീവിതത്തിൽ കർത്താവ് ചിഹ്നഭിന്നമായി കിടക്കുന്ന കുടുംബജീവിതങ്ങൾ, തലമുറയില്ലാതെ മുഖാന്തരമുണ്ടാകുന്ന പ്രശ്നങ്ങൾ, വിവാഹപ്രയത്തിന് സൗര്യമാർ ഹല്ലേലൂയ അമ്മേ കർത്താവിന്റെ കുടുംബക്കോടതിയിൽ കെട്ടിക്കിടക്കുന്ന ലക്ഷക്കണക്കിന് കേസുകൾ, അങ്ങനെ വിവിധമായ വിഷയങ്ങൾ തന്നെ സ്വർഗത്തിലെ ദൈവം ജനത്തോട് ഇടപെട്ട് കർത്താവ് ദുഷ്ട മനുഷ്യന്റെ കയ്യിൽ ജനത്തെ വിടിവിച്ച് ദുഷ്ടതയെ വിടിവിച്ച് വിശുദ്ധിയിലേക്ക് ജനം മടങ്ങി വന്ന് ദാനിയേലിനെ വിടിവിച്ച ജീവനുള്ള ദൈവം കർത്താവ് ജനത്തെ വിടിവിക്കാനായി യേശുവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. അക്രമങ്ങൾ പെരുകുന്നു, കർത്താവ് പ്രതിസന്ധികൾ പെരുകുന്നു. എന്നിട്ട് വിടിവിക്കണമേ. എല്ലാ മത സാമൂഹിക സംസ്കാര ജനത മീഡിയ എല്ലാം നിൽക്കുന്നവർക്ക്, സയന്റിസ്റ്റുകൾ, എഞ്ചിനീയർമാരെ, ഭരണവിദേശ പാർട്ടികൾ എല്ലാവരും മാനസാന്തരം കൊടുക്കണമേ. ലോകജനം ഒന്നടങ്കം കർത്താവ് ക്രൈസ്തവ സമൂഹത്തിലെ ഗർജിച്ച് നിൽക്കുമ്പോൾ അലറുന്ന പ്രതിയോഗി സിംഹത്തെ പോലെ അലറുന്ന പ്രതിയോഗിയെ ഗർജിക്കുമ്പോൾ അതിന്റെ നടുവിൽ കർത്താവ് യഹൂദാഗോത്ര ബാലസിംഹങ്ങളായ ദൈവമക്കൾ കൂട്ടായി ഒന്നിച്ച് ദൈവത്തെ ആർപ്പിട്ട് സ്തുതിക്കുമ്പോൾ ഒരു വഴിയായിരുന്നു ശത്രു 7 വലിയ ചിതറിപ്പോകുന്ന വിധത്തിൽ ദൈവമക്കളെ ശക്തിയോടെ നിർത്താനായി ദൈവങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകലതും പേര് ദൈവനീതി വെളിപ്പെടണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.